ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചോറിൻ്റെ ഒപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ 4 തരം മെഴുക്ക് പുരട്ടികളാണ്. ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചിങ്ങ മെഴുക്ക് പുരട്ടി, പിന്നെ ഉണ്ടാക്കുന്നത് കായ മെഴുക്ക് പുരട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും കാണിക്കുന്നുണ്ട്. പിന്നെ ഉണ്ടാക്കുന്നത് ഒട്ടും കയ്പില്ലാത്ത രീതിയിൽ കയ്പ്പയ്ക്ക മെഴുക്ക് പുരട്ടി. ഇത്രയും റെസിപ്പീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ അച്ചിങ്ങ പയർ ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതേപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോ അച്ചിങ്ങ പയറാണ് ഉണ്ടായിരുന്നത്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുകെല്ലാം നന്നായി പൊട്ടി വന്നതിന് ശേഷം മാത്രം അടുത്ത ചേരുവ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് വെളുത്തുള്ളി അരിഞ്ഞതാണ്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 2 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ ചെറിയ ഉള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് ചെറിയ ഉള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്തൊക്കെ തീ ഒരുപാട് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. തീ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം കുറച്ച് നേരം ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 3 കാന്താരി മുളകും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നടു കീറിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വാടി വരണം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇപ്പോൾ ഇതാ അതിവിടെ കറക്റ്റ് പാകമായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചതച്ച മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ സമയത്തൊക്കെ തീ നന്നായി കുറച്ച് വെച്ചിരിക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. ചെറിയ തീയിൽ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് അച്ചിങ്ങ പയറാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അച്ചിങ്ങ പയർ ഇതേ വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് പൊട്ടിച്ചെടുത്താലും മതി. ഒരുപാട് ചെറുതാക്കിയിട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ അച്ചിങ്ങ പയർ എടുക്കുമ്പോൾ ഒരുപാട് മൂത്ത പയർ എടുക്കരുത്. മൂത്ത പയർ പൊളിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. മൂത്ത പയർ അരിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മെഴുക്ക് പുരട്ടിക്ക് അത്രയും ടേസ്റ്റ് കാണത്തില്ല. ഇനി പയറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ ഉപ്പ് ഒരുപാട് ഇട്ട് കൊടുക്കരുത്. 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ആവശ്യമാണെങ്കിൽ പിന്നീട് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ 2 മിനിറ്റ് ഇത് തുറന്ന് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. സാധാരണ നമ്മൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ വെള്ളം അങ്ങനെ ഒഴിക്കാറില്ല. ഇതിനകത്തേക്ക് നമ്മൾക്ക് കുറച്ച് വെള്ളം വേണ്ടി വരും. 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതേപോലെ ഒന്ന് തെളിച്ചു കൊടുക്കുക. എല്ലാം കൂടെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ ഇത് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് വെള്ളം വറ്റിയോ നോക്കാൻ മറക്കരുത്. പയറ് വെന്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം തെളിച്ചു കൊടുക്കണം. ഏകദേശം ഒരു 5 തൊട്ട് 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും പയറൊക്കെ നല്ലപോലെ വെന്ത് വന്ന് കാണും. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് തീരെ മൂപ്പ് കുറവുള്ള അച്ചിങ്ങ പയറാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. വെള്ളം ഏതാണ്ട് പറ്റാറായിട്ടുണ്ട്. കുറച്ച് നേരം കൊണ്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ വെള്ളം മുഴുവനായിട്ട് വറ്റി കിട്ടും. ഇപ്പോൾ ഇതാ നമ്മളുടെ അച്ചിങ്ങ പയറിലത്തെ വെള്ളമെല്ലാം കറക്റ്റായിട്ട് വറ്റി വന്നിട്ടുണ്ട്. പയറൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാനുള്ളത് തേങ്ങാക്കൊത്താണ്. ഞാനിവിടെ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബ്രൗൺ കളറിലുള്ള ഭാഗം മാറ്റിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. 1/4 കപ്പ് അരിഞ്ഞ തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വീണ്ടും എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത തേങ്ങാക്കൊത്തിലേക്ക് ഉപ്പും മുളകും ഒക്കെ പിടിക്കാനായിട്ട് 1 മിനിറ്റ് മാത്രം ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം അടച്ചു വെക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പയറ് മെഴുക്ക് പുരട്ടി തയ്യാറായി കാണും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണിത്. ഇനി നമുക്കിത് സെർവ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. പയർ ഇഷ്ടമില്ലാത്തവർ വരെ കഴിച്ചു പോകും. അത്രയും ടേസ്റ്റാണ് ഈ മെഴുക്ക് പുരട്ടിക്ക്. ഇനി ഉണ്ടാക്കുന്നത് പച്ചക്കായ മെഴുക്ക് പുരട്ടിയാണ്. അതിനായിട്ട് 2 പച്ചക്കായ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ആദ്യം കനം കുറച്ച് നീളത്തിലരിയുക. ഈ ഒരു കനത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുക. അരിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളത്തിലിടണം. അതുകൊണ്ട് സൈഡിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ റെഡിയാക്കി വെക്കുക. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താലും നല്ലതാണ്. അരിഞ്ഞിട്ട് നമ്മൾക്ക് നേരെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പച്ചക്കായ വെച്ച് നമ്മൾക്ക് ഒരുപാട് കറികൾ ഉണ്ടാക്കാം. വേറെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കുറച്ച് ചാറുള്ള കറിയാണ്. അതും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പച്ചക്കായ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കറിയും കൂടിയാണിത്. കാരണം ഇത് പച്ചക്കായാണെന്ന് പെട്ടെന്ന് തന്നെ അറിയത്തില്ല. അത്രയും ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. ഇപ്പം ഞാനിത് അരിഞ്ഞ് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ 2 പച്ചക്കായും അരിഞ്ഞെടുക്കുക. ഈ ഒരു പാകത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിവിടെ വെള്ളത്തിലിരിക്കട്ടെ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട മറ്റുള്ള ചേരുവകൾ തയ്യാറാക്കി വെക്കാം. അതിനായിട്ട് മീഡിയം സൈസിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, 4-5 പച്ചമുളക് എടുക്കുക. ഇനി നമ്മൾക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം
നമ്മൾ എടുത്തു വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കുക. മീഡിയം സൈസിലുള്ള ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആകണ്ട. ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾക്ക് ഇതിനകത്തോട്ട് നേരത്തെ അരിഞ്ഞു വെച്ച പച്ചക്കായും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളത് വെള്ളത്തിനകത്താണ് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. വെള്ളം കളഞ്ഞതിന് ശേഷം പച്ചക്കായ മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റുമ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പച്ചക്കായയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒരുപാട് എരിവുള്ള മുളക് പൊടിയല്ല. കുറച്ചും കൂടെ എരിവ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് പച്ചക്കായ ഭയങ്കര തിന്നായിട്ടാണ് അരിഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്കിത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇപ്പം ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം തീ നന്നായി കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾക്കിതൊന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പച്ചക്കായ കുക്കായിട്ടുണ്ടായിരിക്കും. ഈ സമയത്ത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പം 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പച്ചക്കായ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതേസമയം വെന്ത് ഉടഞ്ഞിട്ടുമില്ല. ഉപ്പൊക്കെ ഒന്നുകൂടെ നോക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നോക്കിക്കഴിഞ്ഞപ്പം കറക്റ്റ് പാകമാണ്. അതുകൊണ്ട് ഇപ്പം വീണ്ടും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇത് സെർവ് ചെയ്യാനായിട്ടുള്ള ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. അപ്പം വളരെ ഈസി ആയിട്ട് നമ്മൾക്കൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ചൂട് ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇത് മാത്രം മതി ചോറിനാനായിട്ട്. അടുത്ത റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. അതിനായിട്ട് 250 ഗ്രാം കോവയ്ക്ക നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കോവയ്ക്ക വെച്ചിട്ടുള്ള വേറൊരു കറി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഇതിൻ്റെയും ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച കോവയ്ക്കയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നല്ല പോലെ മിക്സാക്കി എടുക്കണം. ഇപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഇതേപോലെ കുറച്ച് വലിയ പാൻ ഞാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ പുരട്ടി വെച്ച കോവയ്ക്ക് ഇതിനകത്തേക്ക് നേരെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം മാത്രം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. കോവയ്ക്കൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരും. ആ സമയത്ത് നമുക്ക് തീ നന്നായി കുറച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇളക്കി കൊടുത്താൽ മതി. തീ കൂട്ടി വെക്കുകയാണെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇതേപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിവിടെ കുറച്ചൊന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. കോവയ്ക്കയെല്ലാം ചെറുതായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ നന്നായി കുറച്ച് വെക്കാം. അങ്ങനെയാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് നേരമായിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയായിരുന്നു. കോവയ്ക്കയെല്ലാം ഏതാണ്ടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് 2-3 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. കോവയ്ക്കയെല്ലാം കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കോവയ്ക്ക ഫ്രൈ ആണിത്. ഇതുപോലൊരു കോവയ്ക്ക ഫ്രൈ ഉണ്ടെങ്കിൽ മീൻ വറുത്തതിൻ്റെ ആവശ്യം പോലും ഇല്ല. അത്രയും ടേസ്റ്റാണ്. തൈരും കൂടി ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും നമ്മൾക്ക് ആവശ്യമില്ല. മുളക് കൂടുതൽ വേണ്ടവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. അപ്പം കുറച്ചും കൂടെ സ്പൈസി ആയിരിക്കും കറി. നമ്മളുടെ അടിപൊളി കോവയ്ക്ക ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. കിച്ചൺ മുഴുവൻ നല്ലൊരു മണമായിരിക്കും ഈ സമയത്ത് വരുന്നത്. ഞാനിവിടെ ഇപ്പം കുറച്ച് കോവയ്ക്ക മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 കിലോ കോവയ്ക്കൊക്കെ എടുക്കാം. ഇനി കാണിക്കുന്ന റെസിപ്പി പാവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. പാവയ്ക്ക എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര കയ്പ്പാണ്. പക്ഷേ ഇതിൻ്റെ കയ്പ്പ് പോവാനായിട്ടുള്ള 2 ടിപ്സും കൂടെ ഞാനിവിടെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പാവയ്ക്ക കയ്പോടെ തന്നെ കഴിക്കുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ളത്. പക്ഷേ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം അവർക്കത് കഴിക്കാൻ മടിയായിരിക്കും. അതുകൊണ്ടാണ് ഈ മെത്തേഡ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത്. പാവയ്ക്ക നന്നായി കഴുകിയതിന് ശേഷം പാവയ്ക്കയുടെ 2 സൈഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. 2 പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. 2 എണ്ണത്തിൻ്റെയും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ നടുഭാഗം കൂടി കട്ട് ചെയ്യണം. ഇടത്തരം സൈസിലുള്ള 2 പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് വലുതുമല്ല, എന്നാൽ ഒരുപാട് ചെറുതുമല്ല. ഇപ്പം പാവയ്ക്കയുടെ 2 സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നടുഭാഗം കൂടി കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂൺ എടുത്ത് അതുകൊണ്ട് വേണം നമ്മളതിൻ്റെ കുരുവും ബാക്കി ഭാഗങ്ങളും കൂടെ കളയാനായിട്ട്. അപ്പോഴാണിത് മുഴുവനായിട്ട് നമ്മൾക്ക് കളയാൻ പറ്റുക.
ഇതിൻ്റെ വെള്ള കളറിലുള്ള പാട പോലെയുള്ള സാധനങ്ങൾ ഇരുന്നാൽ കയ്പ്പ് കൂടും. കത്തി കൊണ്ട് നമ്മൾക്ക് ഇതേപോലെ ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. സ്പൂൺ വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പം എല്ലാ ഭാഗങ്ങളും പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ക്ലീനായി കിട്ടും. ഇനി ഇത് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കണം. ഒരുപാട് പൊടിയായിട്ട് അരിയേണ്ട ആവശ്യമില്ല. 2 മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിൽ ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ച പാവയ്ക്കകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നല്ല പോലെ കൈ വെച്ചൊന്ന് ഞരടി കൊടുക്കുക. ഇത് അരമണിക്കൂർ ഇങ്ങനെ വെക്കണം. അരമണിക്കൂർ കഴിയുമ്പം ഇതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങി വരും. നമ്മൾ പുരട്ടി വെച്ച പാവയ്ക്ക നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ഒരു പ്രാവശ്യം നമ്മൾ കഴുകിയെടുക്കുക. കഴുകുമ്പോഴും നന്നായി പിഴിഞ്ഞിട്ട് വേണം കഴുകിയെടുക്കാനായിട്ട്. വീണ്ടും ഇതേപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ച് ഒരു പ്രാവശ്യം കൂടെ പിഴിഞ്ഞെടുത്ത് വീണ്ടും കഴുകുക. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. ഒരു വലിയ പാത്രം എടുത്ത് അതിനകത്തേക്ക് കുറച്ച് ഉപ്പാണ് ആദ്യമേ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ്. ഈ പുളിയും കൂടെ അതിനകത്തേക്കിട്ട് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം നമ്മളിത് അരിപ്പ വെച്ചൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. പുളിയുടെ എന്തെങ്കിലും ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പാവയ്ക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിഴിയുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യമേ തന്നെ അരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ പാവയ്ക്ക പിഴിയുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരിക്കത്തില്ല. അപ്പം ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിനകത്തോട്ടാണ് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പാവയ്ക്ക ഇട്ട് കൊടുക്കുന്നത്. ഒരു പാവയ്ക്ക നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ പുരട്ടി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പാവയ്ക്കയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് അരമണിക്കൂർ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിഴിഞ്ഞതിന് ശേഷം 2 പ്രാവശ്യം കഴുകിയെടുക്കുക. പാവയ്ക്കയുടെ കയ്പ്പ് മാറിക്കിട്ടാനായിട്ട് ഈ 2 മെത്തേഡിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇതാ പാവയ്ക്കയെല്ലാം ഞാൻ നല്ലപോലെ ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. 2 മെത്തേഡായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലപോലെ പിഴിഞ്ഞ് കഴുകിയെടുക്കുക. പാവയ്ക്കയുടെ പ്രത്യേകത നമ്മൾ ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിയുമ്പോൾ വളരെ കുറച്ചേ ഇത് കാണത്തുള്ളൂ. നല്ലപോലെ ചുരുങ്ങി വരും. ഇനി നമ്മൾക്കിത് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു പാൻ എടുക്കുക. അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പാവയ്ക്കയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് 15 എണ്ണമാണ് ഞാൻ എടുത്തിട്ടില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി അരിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സവാള എടുത്താലും മതി. ചെറിയ ഉള്ളി ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. നമ്മുടെ പാവയ്ക്ക ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയല്ല, സാധാരണ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. ഇതിന് അത്യാവശ്യം എരിവുണ്ടായിരിക്കും. ഇനി നമ്മളിങ്ങനെ വഴറ്റുമ്പോൾ വെളിച്ചെണ്ണ കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ തന്നെ കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. അതോടെ നമ്മളുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പോലും കഴിച്ചു പോകുന്ന അത്രയും ടേസ്റ്റാണ് ഈ മെഴുക്കുവരട്ടിക്ക്. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ 4 റെസിപ്പീസും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ ഈ കറികളൊക്കെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്